ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്. ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്ന് വേണം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡയറക്റ്റ് മെമ്മറി ആക്സസ് പറയാം. സോ എന്താണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഒരു ടൈപ്പ് ട്രാൻസ്ഫർ, ഡാറ്റ ട്രാൻസ്ഫർ എന്തായിരുന്നു? അസിൻക്രണസ് ഡാറ്റ ട്രാൻസ്ഫറും സിൻക്രണസ് ഡാറ്റ ട്രാൻസ്ഫറും. അതും ഇതും അറ്ററി ഡിഫറെൻ്റ് ആണ്. അത് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പൾസിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തായിരുന്നു. സിൻക്രണസ് ഉണ്ട്, അസിൻക്രണസ് ഉണ്ട്. കോമൺ ക്ലോക്ക് പൾസ് ആണെങ്കിൽ സിൻക്രണസ്, കോമൺ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇൻറ്റേർണൽ ക്ലോക്ക് പൾസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അസിൻക്രണസ് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറും അതായത് നമ്മുടെ CPU IO ഡിവൈസസൊക്കെ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്? പല വേസിൽ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതൊക്കെ എന്താണ്? ഇൻറ്ററപ്റ്റാണ്. CPU അതിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിവൈസ് ഒരു ഇൻറ്ററപ്റ്റ് പാസ് ചെയ്യും, അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യും. എന്നിട്ട് വീണ്ടും CPU അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, ഇൻറ്ററപ്റ്റ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോർമലി നമുക്കറിയുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫർ അത് മാത്രമാണ്. പക്ഷേ അത് മാത്രമല്ല, വേറെ 2 ടൈപ്പും കൂടെ ഉണ്ട്. പ്രോഗ്രാംഡ് IO ഉണ്ട്, പിന്നെ DMA ഉണ്ട്, ഇൻറ്ററപ്റ്റും ഉണ്ട്. 3 ടൈപ്പാണ് മൊത്തത്തിലുള്ളത്. അതിൽ ഇൻറ്ററപ്റ്റാണ് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം. പിന്നെ വേറെ 2 കാര്യങ്ങൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഒന്ന് ക്ലോക്ക് പൾസിൻ്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞ സിൻക്രണസും അസിൻക്രണസും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് വേസിലാണ്? പല വേസിൽ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. പ്രോഗ്രാംഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഇൻറ്ററപ്റ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ CPU-നായിട്ട് എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണിത്. മറ്റേത് അതിനകത്തുള്ള ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്ലോക്ക് പൾസിൻ്റെ ബേസിലാണ് എന്നുള്ള രീതിയിലാണത്. കൺഫ്യൂസ്ഡ് ആയി പോകരുത് കേട്ടോ. സോ നമുക്ക് നോക്കാം എന്താണ് മോഡ് ഓഫ് ട്രാൻസ്ഫേഴ്സ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ സെൻട്രൽ കമ്പ്യൂട്ടർ ആൻഡ് IO ഡിവൈസസ് മേ ബി ഹാൻഡിൽഡ് ഇൻ വെറൈറ്റി ഓഫ് മോഡ്സ്. നമ്മളുടെ CPU-യും IO ഡിവൈസസും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് പല വേസിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിലുള്ള ഒന്നാണ് പ്രോഗ്രാംഡ് IO, ദെൻ ഇൻറ്ററപ്റ്റ് ഇനീഷ്യേറ്റഡ് IO, ദെൻ ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വരും എന്ന് എനിക്കൊരിക്കലും ഷുവർ പറയാൻ പറ്റില്ല. പക്ഷെ സ്കിപ്പ് ചെയ്ത് പോകാനും പറ്റില്ല. കാരണം നമുക്ക് DMA ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ DMAൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഈ DMA ആണ്, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 96% ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? പ്രോഗ്രാംഡ് IO. എന്താണ് നോക്കാം പ്രോഗ്രാംഡ് IO എന്ന് പറഞ്ഞത്? പ്രോഗ്രാംഡ് IO എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തോ ഇൻസ്ട്രക്ഷൻസ് കുറച്ചുണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ചെയ്യുക എന്നുള്ളൊരു അസംഷനാണ് നമുക്കുണ്ടാവുക. അത് തന്നെയാണ് നോക്കാം. ദേ ആർ ദ റിസൾട്ട് ഓഫ് IO ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഇൻ ദ കമ്പ്യൂട്ടർ പ്രോഗ്രാം. നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആക്കിയിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൂടെയാണ് നമുക്ക് ഇത്തരം ഇൻട്രാക്ഷൻസ് പോസിബിൾ ആവുന്നത്. ഈച്ച് ഡാറ്റ ഐറ്റം ട്രാൻസ്ഫർ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ എൻ ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം. ഓരോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിലുള്ള ഇൻസ്ട്രക്ഷൻ്റെ ബേസിലായിരിക്കും. ചിലപ്പോൾ ഇൻപുട്ട് ചെയ്യാൻ പറയാം, ചിലപ്പോൾ ഔട്ട്പുട്ട് ചെയ്യാൻ പറയാം. അങ്ങനെ എന്തെങ്കിലും സെറ്റ് ഓഫ് ബൈനറി ഇൻഫർമേഷൻസോ ഇൻസ്ട്രക്ഷൻസൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക, പ്രോഗ്രാംഡ് IOക്കകത്ത്. Transferring data under program control requires constant monitoring of the peripheral by the CPU. അപ്പോൾ ഈ CPU-നെ അഫക്റ്റ് ചെയ്യുന്നൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാംഡ് IOൻ്റെ കേസിൽ എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണല്ലോ നമ്മളിതൊക്കെ എക്സിക്യൂഷൻ നടത്തുക. അപ്പോൾ ഈ CPU എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് ഈ പെരിഫറൽ എന്തെങ്കിലും ഇൻപുട്ട് തരുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും ഔട്ട്പുട്ട് കൊടുക്കണമെന്ന് എപ്പോഴും ഇങ്ങനെ CPU കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇതിൻ്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം CPU-ന് ഓൾറെഡി ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനും പ്രോസസ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് അത് CPU ഇങ്ങോട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് ആയിട്ട് മാറി. Once the data transfer is initiated, the CPU is required to monitor the interface to see when the transfer can again be made. Suppose നമ്മളിപ്പോൾ കീബോർഡിൽ എന്തോ ടൈപ്പ് ചെയ്തിട്ടു. കീബോർഡ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കീബോർഡ് വെരി സ്ലോ ആണ് കമ്പയറിങ് ടു ദ CPU. CPU കമ്പയർ ചെയ്യുമ്പോൾ കീബോർഡ് വെരി സ്ലോ ഡിവൈസാണ്. അപ്പോൾ CPU എന്തോ ഒരു ക്ലിക്ക് ചെയ്തു, അത് വെയിറ്റ് ചെയ്തു. അപ്പോൾ CPU അത് കിട്ടിയിട്ടോ. അപ്പോൾ CPU ഇനീഷ്യേറ്റ് ചെയ്തു. പിന്നെ CPU മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അതായത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ കീബോർഡ് അടുത്ത ക്ലിക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഒരു വലിയൊരു ടൈം കോംപ്ലക്സിറ്റി വരും, വലിയൊരു ടൈം ഡിലേ വരികയാണ് ചെയ്യുന്നത്. കാരണം CPU-ന് ഓൾറെഡി ചെയ്യാനുള്ള വാക്കൊക്കെ അവിടെ പെൻഡിങ് കിടന്ന് ഇത് വെയിറ്റ് കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല. സോ അത് തന്നെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. എന്താണ്? CPU ഈസ് വേസ്റ്റിംഗ് ടൈം വൈൽ ചെക്കിംഗ് ദ ഫ്ലാഗ് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സം അതർ യൂസ്ഫുൾ പ്രോസസ്സിംഗ് ടാസ്ക്. എത്രയോ പ്രോസസ്സിംഗ് ടാസ്ക് പെൻഡിങ്ങിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലാഗ് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് ഇൻറ്ററപ്റ്റ് ഇനീഷ്യേറ്റഡ് IO. അപ്പോൾ പ്രോഗ്രാംഡ് IO എന്താണെന്ന് മനസ്സിലായില്ലേ?
പ്രോഗ്രാംഡ് IO എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ഇൻറ്ററപ്റ്റ് അല്ല, പെരിഫറലിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ CPU ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴാണ് അടുത്ത ആൾ വരുന്നത്. എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത്രേ പ്രോഗ്രാംഡ് IOയിൽ പറയാനുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ഇൻറ്ററപ്റ്റ് ഇനീഷ്യേറ്റഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻറ്ററപ്റ്റ് സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. CPU അതിൻ്റെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഇൻറ്ററപ്റ്റ് പാസ് ചെയ്യുക. ഇൻറ്ററപ്റ്റ് പാസ് ചെയ്യുമ്പോൾ CPU അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഈ ഇൻറ്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യും. എന്നിട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് അവരുടെ പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ടൈം ഡിലേയോ ടൈം കോംപ്ലക്സിറ്റി ഒന്നും വരുന്നില്ല. കാരണം CPU അതിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻറ്ററപ്റ്റ് വരുമ്പോൾ മാത്രം ഒന്ന് ഹാൻഡിൽ ചെയ്ത് വിട്ടിട്ട് വീണ്ടും അതിൻ്റെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ കമ്പയറിംഗ് ടു പ്രോഗ്രാംഡ് IO ഇത് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. An alternative to CPU constantly monitoring the flag is to let the interface inform the computer when it is ready to transfer data. എപ്പോഴും ഇങ്ങനെ CPU അവിടെ പോയി മോണിറ്റർ ചെയ്ത് നിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഇൻ്റർഫേസിന് ഒരു ചാൻസ് കൊടുക്കും ഫ്ലാഗ് ഓൺ ആക്കാൻ. കാരണം എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലാഗ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ CPU അത് അറിയും. അപ്പോൾ CPU എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും സപ്പോർട്ട് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ CPU-ന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. കാരണം CPU-ക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ മാത്രം CPU ഹാൻഡിൽ ചെയ്ത് വിട്ടാൽ മതി, അല്ലാതെ എപ്പോഴും CPU അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സാഹചര്യമില്ല. ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ യൂസസ് ദ ഇൻറ്ററപ്റ്റ് ഫെസിലിറ്റി. ഈ മോഡ് ഓഫ് ട്രാൻസ്ഫറാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. വൈൽ ദ CPU ഈസ് റണ്ണിങ് പ്രോഗ്രാം ഇറ്റ് ഡസ് നോട്ട് ചെക്ക് എ ഫ്ലാഗ്. CPU പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഫ്ലാഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, അതിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. However, when the flag is set, the computer is momentarily interrupted from proceeding with the current program and is informed that flag is set. അതായത് CPU അതിൻ്റെ എക്സിക്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഫ്ലാഗ് സെറ്റ് ആയാൽ, അതായത് ഏതെങ്കിലും പെരിഫറൽ ഡിവൈസ് ഇൻറ്ററാക്ട് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും, അതിൻ്റെ അതൊരു ഇൻറ്ററപ്റ്റ് പാസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കറൻറ്റ് പ്രോഗ്രാം നമ്മൾ CPU അപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഫ്ലാഗ് സെറ്റ് ചെയ്തെടുത്ത് പോയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും. The CPU responds to the interrupt signal by storing the return address from the PC into memory stack and then control branches to service routine that process the required IO transfer. അപ്പോൾ നമ്മുടെ CPU എന്ത് ചെയ്യും, CPU അവർക്ക് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ ഇപ്പോൾ 20 അല്ലെങ്കിൽ 21st പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 22nd പ്രോഗ്രാമിൻ്റെ ആണോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനാണ് സപ്പോസ് ചെയ്യാനുള്ളത് എങ്കിൽ എന്ത് ചെയ്യും, അതിനെ പിടിച്ചിട്ട് ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് റിട്ടേൺ അഡ്രസ്സായിട്ട് വെക്കും. എന്നിട്ട് ബ്രാഞ്ച് ചെയ്ത് പോയിട്ട് അവർക്ക് എന്താണോ ഇൻറ്ററപ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സർവീസ് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും റിട്ടേൺ ചെയ്തിട്ട് ഇവിടെ വരും, ഈ റിട്ടേൺ അഡ്രസ്സായിട്ട് 22nd വരും. എന്നിട്ട് അത് അതിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ബ്രാഞ്ച് ആൻഡ് റിട്ടേൺ അഡ്രസ്സൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ ആയിട്ട് നമ്മൾ, അതായത് നമ്മളുടെ തേർഡ് മൊഡ്യൂൾ, നമ്മൾ COA സ്റ്റാർട്ട് ചെയ്യുന്ന തേർഡ് മൊഡ്യൂൾ തൊട്ടാണല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കും ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ദെൻ 2 മെത്തേഡ്സ് ഫോർ ഗെറ്റിംഗ് ബ്രാഞ്ച് അഡ്രസ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ബ്രാഞ്ച് അഡ്രസ്സായി പോകുമ്പോൾ 2 വേസിൽ നമുക്ക് അങ്ങനെ ബ്രാഞ്ച് അഡ്രസ്സ് ചെയ്യാം. വൺ ഈസ് കോൾഡ് വെക്റ്റർ ഇൻറ്ററപ്റ്റ് ആൻഡ് അനദർ ഈസ് നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്. ഇൻ എ നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് ദ ബ്രാഞ്ച് അഡ്രസ് ഈസ് അസൈൻ ടു എ ഫിക്സ്ഡ് ലൊക്കേഷൻ ഓഫ് മെമ്മറി. മെമ്മറിയുടെ ഒരു ഫിക്സ്ഡ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ബ്രാഞ്ച് അഡ്രസ്സ് അസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുക. വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് ആണെങ്കിൽ എന്താണ്, ദ ഇൻറ്ററപ്റ്റ് സോഴ്സ് സപ്ലൈസ് ദ ബ്രാഞ്ച് ഇൻഫർമേഷൻ ടു ദ കമ്പ്യൂട്ടർ. ദിസ് ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഇൻറ്ററപ്റ്റ് വെക്റ്റർ. വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റിൽ എന്താ ചെയ്യുക വെച്ചാൽ, ആരാണോ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വരുന്ന സോഴ്സ്, അത് പ്രിൻ്ററാണോ സ്കാനറാണോ നമ്മുടെ കീബോർഡാണോ മോണിറ്ററാണോ ആരാണോ അവരാണ് ബ്രാഞ്ച് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുക. അതാണ് വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്. നെക്സ്റ്റ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. DMA ആണ് നമുക്ക് പറഞ്ഞല്ലോ നമ്മളുടെ സിലബസ് പ്രകാരം ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പോയിൻ്റ്, അതായത് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഈ DMA ആണ്. DMA എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻ്റർഫേസിന് ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് മെമ്മറി പോയി ആക്സസ് ചെയ്യും. CPU-ന് അതിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരിക്കലും CPU-നെ പോയിട്ട് നമ്മൾ ഇൻറ്ററപ്റ്റ് ചെയ്യുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നില്ല. CPU ജസ്റ്റ് ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് വിട്ടാൽ മതി. നോക്കാം. In direct memory access, the interface transfers data in and out of the memory unit through memory bus. മെമ്മറി ബസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെമ്മറിക്ക് ഡാറ്റ കൊടുക്കും, മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കും. അങ്ങനെ ഇൻ്റർഫേസ് ത്രൂ നമ്മുടെ പെരിഫറൽസ് മെമ്മറി ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അപ്പോൾ മെമ്മറി ബസ് ത്രൂ ആണ് അവർ ഇൻറ്ററാക്ട് ചെയ്യുക. CPU-ന് ഡയറക്റ്റായിട്ട് അവിടെ റോളില്ല. CPU-നുള്ള ആകെയുള്ള റോൾ എന്താണ്, CPU initiates the transfer by supplying the interface with the starting address and the number of words needed to be transferred and then proceed to execute other tasks.
CPU ജസ്റ്റ് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കും. ഈ അഡ്രസ്സ് തൊട്ടാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് അഡ്രസ്സ് കൊടുക്കും. പിന്നെ ഇത്രയും നമ്പർ ഓഫ് വേർഡ്സ് ആണ് ഇതിന് ആവശ്യമുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തിട്ട് CPU എന്ത് ചെയ്യും, അതിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടാസ്കൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. എന്നിട്ട് ഡയറക്റ്റ് ത്രൂ ആണ് നമ്മുടെ പെരിഫറൽ ഡിവൈസ് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ടാണ് മെമ്മറി പോയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. വെൻ ദ ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ദ DMA റിക്വസ്റ്റ് മെമ്മറി സൈക്കിൾസ് ത്രൂ ദ മെമ്മറി ബസ്. ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്താൽ DM എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറി ബസ് ത്രൂ മെമ്മറി സൈക്കിൾസ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യും, അതിന് വേണ്ടതൊക്കെ ആക്സസ് ചെയ്യും, എന്നിട്ട് യൂസ് ചെയ്യും. When the request is granted by the memory controller, the DMA transfers data directly into memory. മെമ്മറി കൺട്രോളർ എപ്പോഴാണോ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്തത് അവർക്ക് ഓക്കെ അടിച്ചതെങ്കിൽ അപ്പോൾ തൊട്ടിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക മെമ്മറിയും അതേപോലെ നമ്മളുടെ ആരാണ് പെരിഫറൽ ഡിവൈസസും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള DMA ആണ്. DMAയിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്, എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള 3 ടൈപ്പിൽ പോസിബിളാണ്. ഓക്കെ, എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കാം കേട്ടോ.